ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ബാങ്കിങ് സ്ട്രക്ചറിലെ സെക്കൻഡ് പാർട്ടായ കൊമേഴ്ഷ്യൽ ബാങ്ക് അഥവാ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലെ അപ്പെക്സ് ബാങ്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽപ്പെട്ട കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് 2019, 18, 16, 17, 15 വർഷങ്ങളിൽ നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷൻ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക, അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കണമെങ്കിൽ അത് എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് കടക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്. വാട്ട് യു മീൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്? എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് എ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് which carries all the operations related to deposit and withdrawal of money for the general public, providing loans for investment, etc. These banks are profit-making institutions and do business only to make it profit. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഡെപ്പോസിറ്റ് അതുപോലെ തന്നെ എമൗണ്ട് പിൻവലിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നിവയുമായിട്ട് റിലേറ്റഡ് ആയ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടിയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ മാത്രമായിട്ട് ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ദ ഫസ്റ്റ് ടൈപ്പാണ് പബ്ലിക് സെക്ടർ ബാങ്ക്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് കൺസിസ്റ്റ് ഓഫ് SBI, നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് അതർ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അറ്റ് പ്രസന്റ് there are 21 public sector banks in India, including SBI and 19 nationalized banks and 1 other public sector banks. ഇവിടെ പബ്ലിക് സെക്ടർ ബാങ്ക് എന്നു വെച്ച് കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അഥവാ പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇവിടെ SBI, നാഷണലൈസ്ഡ് ബാങ്കുകൾ, മറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ 21 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഉള്ളത്. അതിൽ SBIയും അതുപോലെ തന്നെ 19 നാഷണലൈസ്ഡ് ബാങ്കുകളും മറ്റു പബ്ലിക് സെക്ടർ ബാങ്കുകളും ഇതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൺസിസ്റ്റ് ഓഫ് ഓൾഡ് പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ന്യൂ പ്രൈവറ്റ് ബാങ്ക്സ്. There are 40 private sector banks. It consists of 21 private banks, 3 local area bank, 10 small finance bank and 6 payment bank. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും ഉണ്ട്. അതിൽ 14 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് ഈ ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ളത്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായിട്ട്. അതിൽ 21 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും 3 ലോക്കൽ ഏരിയ ബാങ്കുകളും 10 സ്മാൾ ഫിനാൻസ് ബാങ്കുകളും 6 പേയ്മെൻറ്റ് ബാങ്കുകളുമായിട്ട് ഈ ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഫോറിൻ ബാങ്ക്. ആസ് ഓൺ December 2017 there are 45 foreign banks operating as branches in India and 46 banks from 22 countries operating an representative office in India. ഫോറിൻ ബാങ്ക്സുകൾ എന്ന് പറയുകയാണെങ്കിൽ 2017 ഡിസംബർ വരെയാണ് ഇന്ത്യയിൽ 45 ഫോറിൻ ബാങ്കുകളും 22 കൺട്രീസിൽ നിന്നുള്ള 46 ബാങ്കുകളും ഇന്ത്യയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നെക്സ്റ്റ്, റീജിയണൽ റൂറൽ ബാങ്ക്. ഇൻ ഇന്ത്യ വി ഹാവ് 31 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് 56 RRB. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് 31 ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സുകളും 56 റീജിയണൽ റൂറൽ ബാങ്കുകളുമാണ് ഉള്ളത്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി: കൺവെൻഷണൽ ഫങ്ഷൻ ആൻഡ്
ഇന്നോവേറ്റീവ് ഫംഗ്ഷൻ. ഈ കൺവെൻഷണൽ ഫംഗ്ഷൻ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡറി ഫംഗ്ഷൻ. അതിൽ കൺവെൻഷണൽ ഫംഗ്ഷൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് പ്രൈമറി ഫംഗ്ഷൻ. പ്രൈമറി ഫംഗ്ഷനിൽ ഫസ്റ്റ് എലമെൻ്റ് ആണ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പീപ്പിൾ, ബിസിനസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഇൻ ദി ഫോം ഓഫ് സേവിംഗ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഹോം സേവ് ഡെപ്പോസിറ്റ്. ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പീപ്പിൾസ്, ബിസിനസ്, അതുപോലെ തന്നെ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയിൽ നിന്നുള്ള ഡെപ്പോസിറ്റേഴ്സാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ സേവിംഗ് ഡെപ്പോസിറ്റ്. സേവിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് അഥവാ ഒരു ട്രേഡിംഗ് കൺസേണിൽ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ സേവിങ് ഹാബിറ്റ്സ് മൊബിലൈസ് ചെയ്യുക, പീപ്പിൾസിന് സേവിങ് ഹാബിറ്റ്സ് എൻകറേജ് ചെയ്യുക, മൊബിലൈസ് ചെയ്യുക. അങ്ങനെ ഡേ ടു ഡേ ആയിട്ട് വരുന്ന അലവൻസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ സേവിങ് ഹാബിറ്റ്സ് ഉള്ള ഒരു ഡെപ്പോസിറ്റാണ് ഈ പറയുന്നത് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം ഡെപ്പോസിറ്റ് അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ മിനിമം 6 മന്തോ അല്ലെങ്കിൽ 5 ഇയേഴ്സോ 10 ഇയേഴ്സോ ആയിട്ട് പീരീഡുകളിൽ മാത്രം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്റാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് കറൻറ്റ് ഡെപ്പോസിറ്റ്. കറൻറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് സ്യൂട്ടബിൾ ബിസിനസ് മാൻക്കാണ്, ബിസിനസ്സുകാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കറണ്ട് അക്കൗണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അത് സ്യൂട്ടബിൾ ആവാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് 500 റുപ്പീസും അത് ഏതെങ്കിലും ഒരു ബിസിനസ് ആ കറണ്ട് അക്കൗണ്ടിലൂടെ തുടങ്ങുകയാണെങ്കിൽ അവിടെ മിനിമം ബാലൻസ് 5000 നമ്മൾ എന്താണ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അപ്പോൾ അത്തരം ഡെപ്പോസിറ്റുകളെ പറയുന്ന പേരാണ് കറണ്ട് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ ആയിട്ട് വരുന്ന നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ആ എമൗണ്ട് നമുക്ക് സേവിങ്സ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാം. കാരണം പീപ്പിൾസിന് സേവിങ് എൻകറേജ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സേവിങ് ഹാബിറ്റ്സ് എൻകറേജ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് പറയുന്നത്. ഈവൻ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ലോ ഇൻകം ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മിനിമം ബാലൻസ് എന്ന് പറയുന്നത് 5 റുപ്പീസ് ആയിരിക്കും അക്കൗണ്ട്സിൽ വേണ്ടിയുള്ളൂ. 5 റുപ്പീസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്താണ് ഡേ ടു ഡേ ആയിട്ട് വരുന്ന എല്ലാ എമൗണ്ടും അവർക്ക് എന്താണ് അതിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഹോം സേവ് ഡെപ്പോസിറ്റ്. ഹോം സേവ് ഡെപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ സേഫ്റ്റി അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ് ഈ പറയുന്ന ഹോം സേവ് അക്കൗണ്ട് അഥവാ ഹോം സേവ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു സ്കീമിന് കീഴിൽ ഒരു സ്മാൾ പീരീഡ് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ബോക്സ് ഡെപ്പോസിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡെപ്പോസിറ്റേഴ്സിന് ആ ബോക്സിൽ നിന്ന് എമൗണ്ട് ലഭിക്കാൻ അല്ലെങ്കിൽ എമൗണ്ട് പ്രോഫിറ്റ് ആക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഡെപ്പോസിറ്റേഴ്സിനാണ് നമ്മൾ ഹോം സേവ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസ് ആർ അഡ്വാൻസസ് ദാറ്റ് എ ബാങ്ക്സ് എക്സ്റ്റെൻഡ് ടു ഹിസ് customers with or without security for a specified time and at an agreed rate of interest. Further, the bank credits the loan amount in the customer's accounts which he withdraw as per his needs. Loans, overdraft, cash credit, discounting of bill of exchange, money at call and short notice and consumer credit. Making loans and advances എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ആ ഒരു ബാങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈമിലേക്ക് സമ്മതിച്ച ഇൻട്രസ്റ്റ് റൈറ്റും അതിൻ്റെ സെക്യൂരിറ്റിയോട് കൂടിയോ അല്ലാതെയോ ഒരു കസ്റ്റമേഴ്സിന് വ്യാപിപ്പിക്കുന്ന മുന്നേറ്റങ്ങളെയാണ് നമ്മൾ ലോൺസ് എന്ന് പറയുന്നത്. കൂടാതെ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിലെ ലോണിൻ്റെ എമൗണ്ട് അയാളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ ബാങ്ക്സ് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി അതിൽ ഓരോന്നുമായി ഡിസ്കസ് ചെയ്യുക. ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് ബാങ്കർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത് അഥവാ ലോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓവർ ഡ്രാഫ്റ്റ്. ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീൻ്റെ കാര്യത്തിൽ ഡെപ്പോസിറ്റേഴ്സിന് അവരുടെ ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ എമൗണ്ട് പിൻവലിക്കാൻ അനുവാദമുണ്ട്. അതുമാത്രമല്ല ഇതൊരു കൊളാട്രൽ സെക്യൂരിറ്റികൾക്കെതിരെയോ കടം വാങ്ങുന്നയാളുടെ
പ്രൈവറ്റ് സെക്യൂരിറ്റിക്കോ അനുവദിച്ചായിരിക്കും ഇതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് കടം വാങ്ങുന്നയാൾക്ക് അയാളുടെ നിലവിലെ അസറ്റ്, ഷെയർസ്, സ്റ്റോക്സ്, ബോണ്ടുകൾ മുതലായവയ്ക്ക് അനുവദിച്ച ഒരു തരം ലോൺസ് ആണ് ഈ പറയുന്ന ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുകയാണെങ്കിൽ അക്കൗണ്ട് ഹോൾഡേഴ്സിന് ബാങ്കുകളുമായിട്ടുള്ള എക്സ്ചേഞ്ച് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാൻ കഴിയും. ഈ ഡിസ്കൗണ്ട് വഴി മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പായിട്ട് അയാൾക്ക് എമൗണ്ട് ലഭിക്കുകയും ചെയ്യും. അതിനെയാണ് ഈ പറയുന്ന ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറഞ്ഞാൽ കോള് അതുപോലെ തന്നെ ഷോർട്ട് നോട്ടീസ് എന്നിവയിലെ എമൗണ്ട് ഇത് ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് അനുവദിച്ച ഒരു ലോൺസാണ്. ഇത് വളരെ ഒരു ചെറിയ നോട്ടീസിലൂടെ നമുക്ക് ബാങ്ക് നമ്മളെ തിരികെ വിളിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കൺസ്യൂമർ ക്രെഡിറ്റ്. ഇവിടെ കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഫ്രിഡ്ജ് അതുപോലെ തന്നെ ടെലിവിഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഈ കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിന് അഥവാ കസ്റ്റമേഴ്സിന് ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഈ പറയുന്ന ടെലിവിഷൻസ് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ. It is a unique function of a modern bank when the bank performs important functions such as receiving and lending of money. It automatically performs another function, namely creation of credit. ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് ക്രിയേഷൻ പറയുന്നത് ഒരു മോഡേൺ ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫങ്ഷനാണ്. ഇവിടെ എമൗണ്ട് റിസീവ് ചെയ്യുക, ലോൺസ് പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ ഫങ്ഷൻസ് ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിർവഹിക്കുന്നുണ്ട്. അത് ഒരു ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ക്രിയേഷൻ എന്നൊരു മറ്റൊരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളൊരു ഫങ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് യൂസ് ഓഫ് ദി ചെക്ക് സിസ്റ്റം ആൻഡ് ദി പ്ലാസ്റ്റിക് കാർഡ്. Check can be used for large transactions instead of money. It is used for the transaction purpose in the developed countries, but now it is replaced by plastic card. For example, Visa and MasterCard. These two international cards are very popular and are accepted and honored all over the world. ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ എമൗണ്ടിന് പകരം ഏറ്റവും ലാർജ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് അത് നമുക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ ഡെവലപ്ഡ് കൺട്രീസിൽ അവിടെ ട്രാൻസാക്ഷൻസ് ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യത്തിനായിട്ട് ഈ ഒരു ചെക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് അത് നികത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉദാഹരണം വിസ, മാസ്റ്റർ കാർഡുകൾ എന്നിങ്ങനെയുള്ള 2 അന്താരാഷ്ട്ര കാർഡുകൾ വളരെ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ വളരെ ആയിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അവ വേൾഡിലുള്ള എല്ലാ ഭാഗത്തും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു ലാർജസ്റ്റ് ആയ ട്രാൻസാക്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഈ പറയുന്ന വിസ കാർഡ് അതുപോലെ തന്നെ ചെക്സ് ഒക്കെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്. അണ്ടർ ദിസ് ഫങ്ഷൻ ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ദ ഫെസിലിറ്റീസ് ഫോർ ട്രാൻസ്ഫറിംഗ് ഫണ്ട് ഫ്രം വൺ പാർട്ട് ഓഫ് ദ കൺട്രി ടു അനദർ ഓർ ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക് ട്രാൻസ്ഫർ ഓഫ് ഫണ്ടിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടിങ്ങിൻ്റെ കീഴിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള എല്ലാ തരത്തിലുമുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നെക്സ്റ്റ്
സെക്കൻഡറി ഫങ്ഷൻസ് രണ്ടായിട്ടാണ് പറയുന്നത്, ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഏജൻസി സർവീസസിൽ എ ബാങ്ക് ആക്ട് ആസ് എൻ ഏജൻറ്റ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഫോർ വേരിയസ് സർവീസസ്. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഇറ്റ് ഈസ് ആക്ട് ആസ് ഏജൻറ്റ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഫോർ വേരിയസ് സർവീസസ്. കുറച്ച് സർവീസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? കളക്റ്റിംഗ് ബിൽസ്, ഡ്രാഫ്റ്റ് ചെക്ക്. ബിൽസ്, ഡ്രാഫ്റ്റ് ചെക്കൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. പേയിങ് ദി ഇൻഷുറൻസ് പ്രീമിയം, റെൻറ്റ്, ലോൺസ്, ഇൻസ്റ്റാൾമെൻറ്റ്, റെൻറ്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം, ഇതൊക്കെ എന്താണ്? പേ ചെയ്യുക. വർക്കിംഗ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ കസ്റ്റമർ ഫോർ പർച്ചേസിംഗ് ഓഫ് ഓർ റെഡീമിംഗ് സെക്യൂരിറ്റീസ് എക്സെട്ര ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെക്യൂരിറ്റികൾ മുതലായവ വാങ്ങുന്നതിനോ വീണ്ടെടുക്കുന്നതിനോ വേണ്ടി ഒരു കസ്റ്റമേഴ്സിൻ്റെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. ആക്ടിംഗ് ആസ് ആൻ എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ ഓർ ട്രസ്റ്റി ഓഫ് ദ എസ്റ്റേറ്റ് ഓഫ് എ കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൻ്റെ എസ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ട്രസ്റ്റി ആയിട്ടൊക്കെ പ്രവർത്തിക്കുക. ഓൾസോ പ്രിപ്പയറിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ, ക്ലൈമിംഗ് ടാക്സ് റീഫണ്ട് എക്സെട്ര. കൂടാതെ ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് അതുപോലെ തന്നെ ക്ലൈമിംഗ് ടാക്സ് റിട്ടേൺസ് ഇതൊക്കെ എന്താണ്? ഈ മുതലായവ ഒക്കെ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഫസ്റ്റ് വൺ, there are several general utility services that commercial banks offer, like issuing traveler checks, offering locker facilities for keeping valuable in safe custody, also issuing debit card and credit card etc. ഇവിടെ ഒന്ന് പറയുന്നത് ട്രാവൽ ചെക്കുകൾ അഥവാ യാത്രാ ചെക്കുകൾ ഇഷ്യൂ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ എന്തേ തരം വസ്തുക്കൾ അത് സെക്യൂർഡായിട്ട് സൂക്ഷിക്കാൻ ലോക്കേഴ്സുകളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോൾഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ സെക്യൂർഡായിട്ട് സൂക്ഷിക്കാൻ ലോക്കേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഓൾസോ ഇഷ്യൂ ചെയ്യും, ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുക, ക്രെഡിറ്റ് കാർഡൊക്കെ ഇഷ്യൂ ചെയ്യുക. ഇതൊക്കെയാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. നെക്സ്റ്റ് ഫങ്ഷനാണ് ഇന്നൊവേറ്റീവ് ഫങ്ഷൻസ് അഥവാ മോഡേൺ ഫങ്ഷൻസ്. ഇത് നമുക്ക് ഒറ്റ എസ്സേ ആയിട്ട് ഇന്നൊവേറ്റീവ് ഫങ്ഷൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഇന്നൊവേറ്റീവ് എന്ന് ചോദിക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെ മോഡേൺ ഫങ്ഷൻ ഓഫ് ഇന്നൊവേറ്റീവ് അല്ലെ മോഡേൺ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് ചോദിക്കാം. ഈ ഇന്നൊവേറ്റീവ് ഫങ്ഷനിൽ പുതുതായിട്ട് മോഡേൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട് ബാങ്കിൽ. അതാണ് പറയുന്നത്. ഒന്നാമത്തെ ATM. ATM എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ഈസ് എൻ ഇലക്ട്രോണിക് ബാങ്കിങ് ഔട്ട്ലെറ്റ് that allow the customers to complete the basic transaction without the aid of a branch representative or teller. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ബാങ്കിങ് ഔട്ട്ലെറ്റ് ആണ്. ദാറ്റ് അലോ ദ കസ്റ്റമേഴ്സ് ടു കംപ്ലീറ്റ് ബേസിക് ട്രാൻസാക്ഷൻസ്. ഒരു കസ്റ്റമേഴ്സിന് എല്ലാ തരത്തിലുമുള്ള ബേസിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് ബാങ്കിൻ്റെ ATM എന്ന മോഡ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് എ എയ്ഡ് ഓഫ് എ ബ്രാഞ്ച് റെപ്രസെൻറ്റേറ്റീവ് ഓർ ടെല്ലർ എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എന്താണ് എമൗണ്ടൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അതിലെല്ലാ ട്രാൻസാക്ഷൻസ് നടത്താനും സാധിക്കും. നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ്. എ ക്രെഡിറ്റ് കാർഡ് ഈസ് എ പേയ്മെൻറ്റ് കാർഡ് ഇഷ്യൂഡ് ടു യൂസേഴ്സ് ടു എനേബിൾ ദ കാർഡ് ഹോൾഡർ to pay a merchant for goods and services based on the card holder promises to the card issue to pay them for the amount plus the other agreed charges. ഈ ക്രെഡിറ്റ് കാർഡുകൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. ഗുഡ്സ് ആൻഡ് സർവീസുകളുമായിട്ട് ഒരു മർച്ചൻ്റ് ആ മർച്ചൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മർച്ചൻറ്റിന് പേ ചെയ്യുന്നതിന് വേണ്ടിയായിട്ടാണ് ഈ കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗുഡ്സ് എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഡെബിറ്റ് കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ പൈസ ഇല്ലെങ്കിലും അത് നമുക്ക് എന്താണ് ക്രെഡിറ്റ് ആയിട്ട്
ഡെബിറ്റ് കാർഡിലെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അക്കൗണ്ടിൽ നമ്മുടെ എമൗണ്ട് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിലും നമുക്ക് എന്താണ് ബാങ്ക് അത് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ടൈപ്പ് ഓഫ് കാർഡുകളെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് പർച്ചേസിങ് കാർഡാണ്. ഗുഡ്സ് ആൻഡ് സർവീസുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഒരു പേയ്മെൻറ്റ് കാർഡ് കൂടിയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടെലി ബാങ്കിങ്. Telephone banking is a service provided by a bank or other financial institution that enable the customer to perform a range of financial transactions over the telephone without the need to visit a bank branch or automated teller machine. ഈ ടെലി ബാങ്കിങ് അഥവാ ടെലിഫോൺ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ബാങ്ക് ബ്രാഞ്ച് അല്ലെങ്കിൽ ATM പോലുള്ള ഭാഗങ്ങളിലേക്ക് സന്ദർശിക്കാതെ തന്നെ നമുക്ക് ടെലിഫോണിലൂടെ നിരവധി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താൻ കസ്റ്റമേഴ്സിനെ പ്രാപ്തരാക്കുന്ന ഒരു ബാങ്കോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നൽകുന്ന ഒരു സർവീസസ് ആണ് ഈ പറയുന്ന ടെലിഫോൺ ബാങ്കിങ് അല്ലെങ്കിൽ ടെലി ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ്. ദ ടേം PC ബാങ്കിങ് റെഫേഴ്സ് ടു ദ ഓൺലൈൻ ആക്സസ് ഓഫ് ബാങ്കിങ് ഇൻഫർമേഷൻ ഫ്രം എ പേഴ്സൺ കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, PC ബാങ്കിങ്ങിൽ എന്ന ഒരു ടേം ആ ഒരു സ്വകാര്യ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ബാങ്കിങ്ങിൻ്റെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ, ഓൺലൈനായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അത്തരം ഇതിനെയാണ് നമ്മൾ പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഓൺലൈൻ ബാങ്കിങ്, ഓൾസോ നോൺ ആസ് എ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓർ വെബ് ബാങ്കിങ്, is an electronic payment system that enables the customers of a bank or other financial institution to conduct a range of financial transactions through the financial institution website. ഓൺലൈൻ ബാങ്കിങ്ങിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് അഥവാ വെബ് ബാങ്കിങ് എന്നറിയപ്പെടുന്നത്. ഇത് നമുക്കൊരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം കൂടിയാണ്. എന്തിനു വേണ്ടി, ദാറ്റ് എനേബിൾ ദ കസ്റ്റമേഴ്സ് ഓഫ് എ ബാങ്ക് ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു കണ്ടക്ട് എ റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ഫെസിലിറ്റിയാണ് ഈ പറയുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത്. അത് വെബ്സൈറ്റ് ആവാം, ഏതിലൂടെ നമുക്ക് എന്താണ് ഓൺലൈൻ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അഥവാ EFT. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഈസ് ദ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ bank account to another, either within a single financial institution or across the multiple institution via computer based system without the direct interventions of bank staff. ഇവിടെ പറയുന്ന ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് അനദർ ബാങ്കിലേക്ക് ഇലക്ട്രോണിക്കലി ആയിട്ട് എമൗണ്ട് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റമാണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇത് നമുക്കൊരു സിംഗിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത് ഒറ്റ ട്രാൻസ്ഫറിലൂടെ നമുക്ക് ആ മണി അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ എന്താണ്, വിത്തൗട്ട് ദ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻസ് ഓഫ് ബാങ്ക് സ്റ്റാഫുമായിട്ട് യാതൊരു തരത്തിലുള്ള ഡയറക്റ്റ് ആയിട്ട് ഇൻ്റർവെൻഷൻ നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ക്ലിയറിംഗ് ആൻഡ് ഇലക്ട്രോണിക് ഡെബിറ്റ് ക്ലിയറിംഗ്. മെയിനായിട്ട് ഇതിൽ പറയുന്നത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ക്ലിയറിങ്ങിനും അതുപോലത്തെ ഇലക്ട്രോണിക് ഡെബിറ്റ് ക്ലിയറിങ്ങും. ഇതാണ് ഒരു ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഈ രണ്ട് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം അഥവാ RTGS. ഈ RTGS സിസ്റ്റം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റമായിട്ടാണ് സ്ഥാപിക്കുന്നതെന്ന് ഒരു ഒബ്ജക്റ്റീവ്സോട് കൂടിയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് വേൾഡിലെ തന്നെ മറ്റു ഭാഗങ്ങളുമായിട്ട് ഈക്വലായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ ലൈൻ ബാങ്കിങ് അഥവാ ഓൺലൈനായുള്ള ബാങ്കിങ്സ് അത് കൊണ്ടുവരാനും ഈ ഒരു RTGS സിസ്റ്റത്തിലൂടെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇപ്പോൾ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ എന്താണ് ഒരു ഈ പഞ്ചിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കോഡുകളുണ്ട്. ആ കോഡുകൾ വഴിയായിരിക്കും നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. നെക്സ്റ്റ്,
ബാങ്ക് അഷ്യൂറൻസ്. ഈ ബാങ്ക് അഷ്യൂറൻസ് 2 മാർക്കൊക്കെ ചോദിക്കാൻ ചാൻസുള്ളതാണ്. ബാങ്ക് അഷ്യൂറൻസ് എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക്സ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബാങ്കുകളും ഇൻഷുറൻസിനും ഒരു മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അത് വിൽക്കുന്നു. അതുപോലെ തന്നെ ഇത് ചില സാഹചര്യങ്ങളിൽ കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയും, ഉദാഹരണത്തിന് ഒരു മോർട്ട്ഗേജ് ലോൺസ് സ്വീകരിക്കുന്നവർക്ക് ഒരു ബാങ്കിന് ലൈഫ് ഇൻഷുറൻസ് ആവശ്യമായി വരുമ്പോൾ കസ്റ്റമേഴ്സിന് നേരിട്ട് ഇൻഷുറൻസ് ബാങ്കിൽ നിന്ന് ബൈ ചെയ്യാം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത്തരം ഇതിനെയാണ് ബാങ്ക് അഷ്യൂറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൊബൈൽ ബാങ്കിങ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഫിനാൻഷ്യലി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും അതുപോലെ തന്നെ മണി ട്രാൻസ്ഫറിങ്ങും അത് സെക്യൂർഡായിട്ട് നടത്താൻ സാധിക്കും. എത്ര പേയ്മെൻറ്റ്സുകളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും പേയ്മെൻറ്റുകളൊക്കെ ഈ മൊബൈൽ ബാങ്കിങ്ങിലൂടെ നമുക്ക് സാധിക്കും. ഈവൻ അതിനുള്ള കുറേ ആപ്പുകളാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോൺ പേ, അതുപോലെ തന്നെ UPI ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ ഈ ഒരു മൊബൈൽ ബാങ്കിങ്ങിലൂടെ നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ പർച്ചേസിങ്ങിൻ്റെ ട്രാൻസ്ഫർ ബിൽസ് പേ ചെയ്യാനും ഇലക്ട്രോണിക്കലി ബിൽസൊക്കെ പേ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോയിൻറ്റ്സുകളൊക്കെയാണ്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു പോർഷനിൽ വരുന്ന പ്രീവിയസ് ഇയറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത് ഡിസ്ക്രൈബ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. 2019 ചോദിച്ചാണ് പ്രൈമറി ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ. വാട്ട് ആർ ദ ലിമിറ്റേഷൻ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ, എന്തൊക്കെയാണ് ഒരു ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസ്. അതുപോലെ തന്നെ മോഡേൺ ഫങ്ഷൻസ് ഓർ ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. 2018, 17, 16. 2018 ഇത് 5 മാർക്കിനല്ല 4 മാർക്കിനും, അതുപോലെ തന്നെ 2017, 16 ഇത് essay ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇന്നോവേറ്റീവ് ഫങ്ഷൻസും എഴുതണം, കൺവെൻഷണൽ ഫങ്ഷൻസും എഴുതണം. അപ്പോൾ അതിൽ 2018, 2015 ചോദിച്ച essay ആണ്. RTGS എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2017 ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ് എന്താ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ദി യൂട്ടിലിറ്റി സർവീസസ് ഓഫേർഡ് ബൈ ദി കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുമ്പോൾ ജനറൽ ഏജൻസി സർവീസും അതുപോലെ തന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. പിന്നെ വാട്ട് യു മീൻ ബൈ ക്രെഡിറ്റ് ക്രിയേഷൻ 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ കുറിച്ച് ചോദിച്ച പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തായാലും ഈ പോർഷൻ നന്നായിട്ട് പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്